പത്തനംതിട്ടയിലേക്ക് പോകാം. +2 വിദ്യാർത്ഥിനിയുടെ മരണം, സഹപാഠിയുടെ രക്തമടക്കം സാമ്പിളുകൾ പരിശോധിക്കാൻ പോവുകയാണ്. ഗർഭസ്ഥ ശിശുവിന്റെ DNA സാമ്പിളുകൾ എന്തായാലും ശേഖരിച്ചിരിക്കുകയാണ്. കുട്ടിയുടെ പിതൃത്വം തെളിയിക്കുന്ന പക്ഷം അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചികിത്സയിലിരിക്കെ 17-കാരി മരിച്ചത് തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ്. പോസ്റ്റ്മോർട്ടത്തിലാണ് പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്ന് കണ്ടെത്തിയത്. സഹപാഠിയുമായി പെൺകുട്ടി പ്രണയത്തിലായിരുന്നു എന്നും സൂചന ലഭിക്കുകയാണ്. CK അബിലാലുണ്ട്. അബിലാൽ, ഗൗരവമേറിയ ഒരു കേസായി പോലീസ് ഇതിനെ കാണുകയാണോ? കാരണം ഇനി രക്തസാമ്പിൾ അടക്കം പരിശോധിക്കപ്പെടുകയാണെങ്കിൽ, അത് തെളിയുകയാണെങ്കിൽ ഈ വ്യക്തിയെ, സഹപാഠിയെ അറസ്റ്റ് ചെയ്യും. ആ സഹപാഠിയെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഈ കേസിന്റെ മറ്റു നൂലാമാലകൾ, ദുരൂഹതയുടെ ചുരുളഴിയും എന്ന പ്രതീക്ഷ തന്നെയാണോ അന്വേഷണ സംഘത്തിനുള്ളത്? പനിക്ക് ചികിത്സ തേടിയ പെൺകുട്ടിയാണ് ഏറെക്കുറെ ഒരാഴ്ചയ്ക്ക് ശേഷം മരണമടയുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പെൺകുട്ടിയുടെ മരണം തിങ്കളാഴ്ച പുലർച്ചെ 5:45. സ്വാഭാവികമായും പനി ബാധിച്ച ഒരു പെൺകുട്ടി ഒരാഴ്ചത്തെ ചികിത്സയ്ക്കൊടുവിൽ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ ഡോക്ടർമാർ ഉന്നയിക്കുകയും പിന്നീട് അത് പോലീസിനെ കൂടി അറിയിച്ച ശേഷം പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുകയുമാണ് ഉണ്ടായത്. ഈ ഘട്ടത്തിലാണ് ഗർഭസ്ഥ ശിശു പെൺകുട്ടി ഗർഭിണിയാണ് എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകുന്നു. തുടർന്ന് മരിച്ച ഗർഭസ്ഥ ശിശുവിൻ്റെ അടക്കം DNA സാമ്പിളുകൾ ശേഖരിച്ച് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയുടെയും ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയക്കണമെന്നുള്ള നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതും പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ മരിച്ച പെൺകുട്ടി 17-കാരനായ സഹപാഠിയുമായി പ്രണയത്തിലായിരുന്നു എന്നതിൻ്റെ സൂചനകൾ പോലീസിന് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഗർഭം ധരിച്ചത് 17-കാരിൽ നിന്നാണോ എന്നതിൽ വ്യക്തതക്കുറവുണ്ട്. എന്തായാലും കുട്ടിയുടെ പിതൃത്വം തെളിയിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് DNA പരിശോധനയായിരിക്കും ഇതിനായി വേണ്ടിവരിക. അതിന് സംശയിക്കപ്പെടുന്ന 17-കാരനടക്കം ചിലരുടെയൊക്കെ തന്നെ അടക്കം സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുമെന്നുള്ളതാണ് പോലീസ് നിലവിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 17-കാരനെ ഏതെങ്കിലും തരത്തിൽ സംശയിക്കപ്പെടാൻ ഉപരിയായി ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടാകുന്ന പക്ഷം മാത്രമായിരിക്കും അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങുക. എന്തായാലും അസ്വാഭാവിക മരണത്തിനായിരുന്നു ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ പിന്നീട്